ഹലോ മച്ചാമാരെ, നമ്മളിന്ന് ലുലു മാളിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക്. ഹലോ മച്ചാമാരെ, നമ്മൾ ഇന്നും പോവുകയാണ്. ഹലോ മച്ചാമാരെ, നമ്മൾ ഇന്നും പോവുകയാണ് ലുലു. അപ്പോഴ് നമ്മളെ പഴയ ടീം തന്നെ അതിലൊരു പുതിയ ഒരുത്തൻ കയറിയിട്ടുണ്ട്. നമ്മളെ ടീമിലൊരു പുതിയ ഒരുത്തൻ, അവൻ കോട്ടയത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. കോട്ടയത്ത് അവരെ ഞാൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന്റെ കൂട്ടത്ത് നമ്മളെ ടീമിലുള്ള എല്ലാവരെയും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇതെന്റെ ചെറുക്കൻ. ഇത് നമ്മുടെ എല്ലാം നമ്മളെ വണ്ടിയുടെ ഓണറാണ് ഈ പയ്യൻ. നമ്മളെ വണ്ടിയുടെ ഓണറാണ്. നല്ല അടുത്ത് ഈ വണ്ടിക്കകത്ത് ഓരോരുത്തരെ പരിചയപ്പെടുത്താം. നമ്മള് പയ്യന് നല്ല സുഖമല്ല. ഇതാ ഈ പയ്യനാണ് നമ്മളെ മെയിൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആള്, നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആള്, ഡയറക്ടർ, എല്ലാ ഇവരാണ്. ഓൾറെഡി നമ്മുടെ ടീമിൽ പുതിയ ഒരുത്ത മെർജ് കയറിയെന്ന് പറഞ്ഞത് അവൻ ആ പയ്യനാണ്. ഈ പയ്യൻ ബാങ്കിലെ ആളാണ്. അതെ കിട്ടുന്ന സമയത്ത് മെർജ് കയറുന്നതാണ്. ഈ അറ്റ ഇരിക്കുന്ന പയ്യൻ പുതിയ ക്യാമറ ഇന്നത്തെ 3 ഗെയിം അതെ, ഇന്നത്തെ നമ്മുടെ എല്ലാ വീഡിയോസിന്റെ വിന്നറും കൂടിയാണ് ഈ ചെറുക്കൻ. അപ്പൊ ഇവനെ നോട്ട് ചെയ്ത് വെച്ചോ. ഇവനെ നിങ്ങൾക്ക് പലപ്പോഴും ആവശ്യം വരും. റോൾ ചെയ്യാനും ഒക്കെ കൂടെ ആയിട്ട് ഇവൻ നല്ലൊരു ഐറ്റമാണ്. നീ ഹായ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സൈനിങ് ഓഫ്. നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ വീടിൽ നിന്ന് മെയിൻ റോഡിലോട്ട് വന്നു. അടുത്തിന് നമ്മള് പോവാണ് ഗൈസ്. നമ്മൾ പോവാണ്. നമ്മുടെ ടീമിൽ കുറെ വളി വർത്താനം പറയുന്ന കുറെ ടീമുകളുണ്ട്. നമ്മുടെ ടീമില് ഒത്തിരി അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. നമ്മളിതാ പെട്രോൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മള് പെട്രോൾ അടിച്ചിട്ട് ഓക്കെ ഗൈസ്, ഇത് ഒരു തീരുമാനമാക്കിട്ട് പോയത്. നമ്മളെ എത്ര വർഷം കൊണ്ട് നമ്മളെ പയ്യന്മാര് മാത്രം നമ്മൾ ഇത്രയും പേരും കൂടെ ഇത്രയും വർഷം പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നിനക്ക് മാത്രം എന്താ കുഴപ്പം? നിനക്ക് മാത്രം എന്താ കുഴപ്പം? രമ്മേ അമ്മേ കൊടുങ്ങല്ലു രമ്മേ ദൈവമായി ഈ വഴിയിൽ ഈ പാതയിൽ ഈ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണേ ദൈവമേ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ സിയോൻ മണവാളൻ, സിയോൻ മണവാളൻ. ദൈവമേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പൈശാചികത ബാധിച്ച എല്ലാവരെയും സുഖപ്പെടുത്തണേ. ഹലോ മച്ചാമാരെ, നമ്മളവിടെ ഒരു ഫോൺ പ്ലാൻ ചെയ്ത നമ്മൾ ഒറ്റയ്ക്ക് പോകും. അല്ലാതെ ഇവന്മാരെ പോലുള്ളവരെ കൊണ്ടുപോകരുത്. നമ്മൾ ഒറ്റയ്ക്ക് പോകണം. ഒറ്റയ്ക്ക് എത്ര പേര് കാണുകയും എത്ര നാള് അത് ആദ്യം വന്നാ അത് പരസ്യം വേണം. അത് നിന്റെ പേരുള്ളതുണ്ടോ നീ പാട്ടിഷ്ടം? അല്ല, കണ്ണാ നീ പാടിവാ കണ്ണാ. കണ്ണ അടുത്ത ഗുണമണിയായ കണ്ണന്റെ മനസ്സ് വന്നിരുന്നവൾ എടുത്തു ഞാൻ ഓടിപ്പാടാവേ, ഓടക്കുഴലെടുത്തു ഞാൻ ഓടിപ്പാടാവേ, മഴത്തോടെ മുഖം കുടിച്ചവളും നിന്നു മിഴിയഴകു നിറയും രാധ, മൊഴിയഴക് മൊഴിയും രാധ.
എന്റെ മനസ്സിൽ വന്നിരുന്നവൾ. കാനനത്തിൽ Guys, നമ്മള് നടന്നു ഏതാണ്ട് ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്, നല്ല നല്ല മഴയാണ്. മിണ്ടായിരിക്കല, വീഡിയോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കില്ല, എനിക്കത് ഇഷ്ടപ്പെടൂല കേട്ടോ. നീ എന്റെ അടുത്ത് ചുമ്മാ നീ ഇതാ നോക്കില്ലേ, നിന്നെ കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായ? ചുമ്മാ ആവശ്യമല്ല സംസാരത്തിന് നിക്കല്ലേ. നിനക്ക് എങ്ങനെ പെണ്ണെത്തും? ഇവ എന്തിനാ കിടന്ന് വാർന്നത്? ഇവന് പാടാനെന്ന് പറഞ്ഞടാ. ഇവിടെ നമ്മളെ ടീമില് കുറെ പാട്ടുകാരുണ്ട്. അതിൽ നമ്മളതിൽ ഏറ്റവും എക്സ്ട്രീം പാട്ടുകാരനുണ്ട്. അവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര പാട്ടുകാരനെന്നാണ് അവന്റെ വിചാരം. നമുക്ക് സത്യം പറഞ്ഞ അവന്റെ പാട്ട് കേട്ടിട്ട് നമുക്ക് ഛർദിൽ വരികയാണ്. എന്നിട്ട് നമ്മൾ സഹിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായോ? നല്ല മഴയാണ്. പൊതുവെ ട്രിവാൻഡ്രത്തൊരു ട്രാഫിക് ഉണ്ട്, പക്ഷെ ഇന്ന് ഇച്ചിരി കൂടുതലാണ്. നമ്മുടെ വണ്ടി ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുകയാണ്. മനസ്സിലായോ? നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരും മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. നമ്മളങ്ങനെ മോശമായിട്ട് ആരെയും സംസാരിക്കാറില്ല. ഓപ്പോസിറ്റ് പോകുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളങ്ങനെ ആരെ കുറിച്ച് നമ്മളങ്ങനെ നമ്മൾ ആരൊരു തെറ്റ് കാണിച്ചാൽ പോലും നമ്മളത് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളാണ് കൂടുതലും. എല്ലാവരും മഴ സമയമാണ്, എല്ലാവരും സേഫ് ആയിട്ട് വീടുകളിൽ ഇരിക്കുക. ഇങ്ങനെ കാറുകൾ കൊണ്ട് കേട്ടോ ഗൈസ്, നമ്മളൊരു അവയർനെസ് പോലെ ഇത് എടുത്തിരിക്കുകയാണ്. നമ്മള് മഴയാണ്, അപ്പൊ എല്ലാ ട്രാഫിക്കാണ് ഗൈസ്. നമ്മളപ്പോ ട്രാഫിക് മാറി നമ്മൾ മ്യൂസിയം റോഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴ ഒരു രക്ഷയില്ല ഗൈസ്, മഴ ഭയങ്കര മഴയാണ്. സൈഡിലൊക്കെ പോകുന്ന ആൾക്കാര് റോഡിന്റെ 2 വശത്തു കൂടിയും വെള്ളം അടിച്ച് ഞങ്ങളുടെ വണ്ടിയിലോട്ട് തെറിപ്പിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു മാന്യത അപേക്ഷിച്ചിട്ട് ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോയി. ഞാൻ നമ്മളായിട്ടൊരു അലമ്പിന് നിൽക്കാറില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് ഫ്രണ്ട് ഒന്നും കാണുന്നില്ലെന്നറിയാം, പക്ഷെ നമ്മള് അത്രയും ഇതാണ്. ഗ്ലാസ് ഒക്കെ കണ്ടോ, ഫുള്ള് മഴയാണ്. അപ്പൊ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മങ്ങല് പോലെ കാണാം. നമ്മൾ കനകക്കുന്നില് എത്തിയിട്ടുണ്ട്. അപ്പൊ കനകക്കുന്ന് കാണണ്ട, ഇവിടെ ലൈറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാന്ന് വിചാരിക്കുന്നു. മഴയാണ്, കാര്യം ഇത് വാട്ടർ പ്രൂഫ് അല്ല ഫോൺ, അതുകൊണ്ട് മഴയത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. കനകക്കുന്ന് പ്രോഗ്രാം നടക്കുകയാണ്. നമ്മുടെ എന്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കുകയാണ്. നമ്മളിപ്പം കനകക്കുന്ന് കഴിഞ്ഞ് മ്യൂസിയം വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഏതാണ്ട് ലുല്ലുമാൾ എത്താറായിരിക്കുകയാണ്. നമ്മുടെ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ ലുല്ലുമാള്. നമ്മൾ ഏതാണ്ട് സ്ഥലം റീച്ച് ആവാറായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി ഇനി ലുല്ലുമാളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ റീച്ച് ആയിട്ടുണ്ട്. പക്ഷെ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഇനി നടന്നു പോകണം. ഒരു 200 മീറ്റർ ഉണ്ട്. നമ്മൾ നടന്ന് അവിടെ ചെല്ലണം. നമ്മളെ എല്ലാരും ഉണ്ട്. നമ്മളിനി നടന്നാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നത്. ഓക്കെ, നല്ല മഴയാണ്. ഓക്കെ ഗൈസ്, കണ്ടല്ലോ വണ്ടിയൊക്കെ നല്ല ഫുള്ള് ബ്ലോക്കാണ്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എപ്പോൾ വന്നാലും ഇവിടെ ലുല്ലുമാൾ നല്ല തിരക്കാണ്. അപ്പൊ നമ്മൾ താണ്ട വണ്ടി ഇട്ടിട്ട് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാരും ഉണ്ട്. വണ്ടി പുറകിലൊക്കെ നല്ല ബ്ലോക്കാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഇനി പുതിയ വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുന്ന അത്രയും പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. ഒരു ഗീവ് അവേ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം
ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അതെ ഇപ്പം ലുലു മാളിൽ വരാത്തവരായിട്ട് ചുരുക്കത്തിലേ കാണത്തുള്ളൂ. ഒട്ടുമിക്ക ആളുകളും അതിലുണ്ടാകുന്നതായിരിക്കും. പക്ഷെ എന്താ പറഞ്ഞാലും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വരുന്ന ഒരു പരിപാടി അത് ഭയങ്കര സ്പെഷ്യൽ തന്നെ ആയിരിക്കും. കാരണം എല്ലാവരും അവരോട് തിരക്കിൽ ഓടി നടക്കുക. നമ്മളെ ക്രൈസ് അടിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് എന്നാൽ ഓരോരുത്തർ കുറച്ച് പേര് ഗെയിമിന്റെ പുറകെ പോകുന്നു, കുറച്ച് പേര് സ്റ്റുഡിയോകൾ വായിക്കാൻ പോകുന്നു. വായിക്കാനാണോ ഇല്ല വില ചോദിക്കാൻ ചുമ്മാ കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. വരണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരണം. ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഫണ്ടിന് വേണ്ടിയിട്ട്, എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട്. അതിനൊക്കെ ഒരു പറ്റിയ പ്ലേസാണ് ലുലു മാൾ. എനിക്ക് ഓക്കെയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഓരോരുത്തരുടെ നമ്മളെ മിക്ക പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. പക്ഷെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് വരുന്നത് അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ബ്രദേഴ്സുമായിട്ട് വരുന്നത്, നമ്മുടെ കസിനുമായിട്ട് വരുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഒരു ഫുൾ ജോളി ഗൈസ്. നമ്മളിവിടെ വന്നു, പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മിസ്സാണ്. കാര്യം നമ്മളിവിടെ വന്ന് ഇവിടെ നിൽക്കുന്നത്, നമ്മളിവിടെ കറങ്ങി നടക്കുന്നത്, പക്ഷെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ മിസ്സിങ് ആണ്. ഗൈസ്, നമ്മളെ പയ്യന് കാണാതെ പോയ പയ്യവനാണ്. അപ്പോൾ ഇവന് ക്രിക്കറ്റ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ലുലു മാളിൽ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇവനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അകത്ത് കയറ്റിയിരിക്കുകയാണ്. ഓക്കെ, അവിടെ നിന്ന് പന്ത് തുരുതുര വരും, ഇവൻ ഇത് അടിച്ച് കളയണം. ഓക്കെ, അതാണ് അവൻ്റെ മിഷൻ. അവൻ എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. ഓക്കെ, വെള്ളം കളിക്കും. നീ പറയടാ, ഈ ബോള് ഞാൻ കണ്ടില്ല, അടുത്ത ബോള് നീ കാണില്ലെന്ന് പറ. ഗൈസ്, അപ്പോഴേ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് കാണാം. ബൈ ബൈ.